ഈയിടെ ആത്മഹത്യ ചെയ്ത ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് PG മനുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ കാണുകയും വായിക്കുകയൊക്കെ ഉണ്ടായി. താരതമ്യേന നല്ലൊരു അഭിഭാഷകൻ എന്ന നിലയിലുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം ഈ അടുത്ത് കുടുങ്ങിയ 2 സ്ത്രീപീഡന കേസുകളുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ ആദ്യത്തെ കേസിൽ അദ്ദേഹം ഒരു 50 ദിവസത്തിലേറെ കാലം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയുണ്ടായി. സുപ്രീം കോടതി വരെ ആന്റിസിപ്പേറ്ററി ബെയിലിനൊക്കെ പോയി, പക്ഷേ കിട്ടിയില്ല. ഈ രണ്ടാമത്തെ കേസ് ഇതിനുശേഷം ഇദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന പദവിയിൽ നിന്ന് നിഷ്കാസിതനാകുകയും പിന്നീട് പ്രൈവറ്റ് പ്രാക്ടീസ് ആരംഭിക്കുകയും ഒടുവിൽ കൊല്ലത്ത് നടന്ന ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ ആരംഭിച്ചു. ആ സമയത്ത് ഡിഫൻസിന് വേണ്ടി പ്രതിക്ക് വേണ്ടി ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹം അടുത്ത സ്ത്രീപീഡന കേസിൽ കുടുങ്ങുന്നത്. അതൊരു FIR ആയിട്ടില്ല, പക്ഷേ അത് അതിനു മുമ്പൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിന്റെ സഹോദരിയും കൂടി ആ ഇരയുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പിന്നെ ഉണ്ടാകുന്നതെല്ലാം നാടകീയ രംഗങ്ങളാണ്. അവിടെ ഈ ഇരയുടെ ഭർത്താവ് എന്ന് തോന്നിപ്പിക്കുന്ന ആള്, നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്, തോന്നിപ്പിക്കുന്ന ആള് ഒരു ജഡ്ജിയെ പോലെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നു. ഒരു പ്രതിയെ പോലെ അദ്ദേഹം വിനീത വിധേയനായിട്ട് കൈകെട്ടി വളരെ ഇതായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഭാര്യയും സഹോദരിയും വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ യാചിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഒടുവിൽ ആ വീഡിയോ വൈറലാകുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ ഏൽപ്പിച്ച ആഘാതത്തിൽ അദ്ദേഹം കൊല്ലത്തെ വീട്ടിൽ സൂയിസൈഡ് ചെയ്യുന്നു. ഒരുപക്ഷെ രണ്ടാമത് FIR ഇട്ടിട്ടില്ലാത്ത ആ കേസിൽ ഒരു ശരിയായ വിചാരണ അദ്ദേഹം കോടതിയിൽ നേരിട്ടാൽ പോലും എനിക്ക് തോന്നുന്നു ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കാം കിട്ടാൻ സാധ്യതയുള്ള, ജീവപര്യന്ത തടവായിരിക്കാം ഏറ്റവും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ളൊരു ശിക്ഷ. ഒരുപാട് കേസുകളിൽ, സ്ത്രീപീഡന കേസുകളിൽ വാദിക്ക് വേണ്ടി ഹാജരാകുകയും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ഇത്തരത്തിലുള്ള രംഗങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം അദ്ദേഹം. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കസ്റ്റഡി കിടന്നപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും നാണക്കേട് മൂലം അദ്ദേഹം ആത്മഹത്യ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൊടുക്കുന്ന വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്ത തടവ് ശിക്ഷയോക്കാളും ഒക്കെ എത്രയോ വലിയ ആഘാതമാണ് സമൂഹത്തിൽ നാണം കെടുമ്പോൾ ഇവന്മാർക്കുണ്ടാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീപീഡന കേസുകൾ, പ്രത്യേകിച്ച് കുട്ടികളെ ഒക്കെ പീഡിപ്പിക്കുന്ന കേസുകളിൽ കോടതികളിൽ സംശയലേശമന്യെ തെളിയുന്ന സാഹചര്യത്തിൽ അവന്മാർക്ക് ഈ ഒരു ശിക്ഷയും കൂടി കൊടുത്തൂടെ? നമ്മൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് രഹസ്യ വിചാരണ. അതിൽ ആ കുട്ടിയുടെ ഭാഗം മാറ്റി വെച്ചിട്ട് ഉമ്മാരെയൊക്കെ തുറന്ന് കാണിച്ചാൽ, സമൂഹത്തിന് മുന്നിലേക്ക് ഉമ്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനേൽപ്പിക്കുന്ന ഒരു ആഘാതം നമ്മൾ കൊടുക്കുന്ന സാധാരണ ശിക്ഷയേക്കാളും വലുതായിരിക്കും എന്നൊരു തോന്നലിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ